അസ്സലാമു അലൈക്കും. റസൂലിൻ്റെ ആദ്യ ഭാര്യയായ ഖദീജ ബീവിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. ഖുറൈശ് ഗോത്രത്തിലെ അസദ് കുടുംബത്തിൻ്റെ നേതാവ് ഖുവൈലിദിൻ്റെയും ഫാത്തിമ ബിൻത് സായിദയുടെയും മകളാണ് ഖദീജ ബീവി. പിതാവ് ഒരു കച്ചവടക്കാരൻ ആയിരുന്നു. അതുകൊണ്ടുതന്നെ ഖദീജ ബീവിയും കച്ചവടത്തിൽ അപാരമായ മികവ് കാണിച്ചിരുന്നു. അസാമാന്യമായ മനക്കരുത്തും കാണിച്ചിരുന്നു. ഖദീജത്തുൽ കുബ്ര, അമീറത്തുൽ മോമിനീൻ എന്നും അറിയപ്പെട്ടിരുന്നു ഇവരെ. ഖുവൈലിദിൻ്റെ കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തത് അഖീഖ് ബിനു ആയിദായിരുന്നു. അതിൽ ഹിന്ദ് എന്നു പേരുള്ള ഒരു സന്താനവും ഉണ്ടായി. അവരുടെ മരണശേഷം അബൂഹാലയെ വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ്, ഹാല എന്നീ സന്താനങ്ങളും ലഭിച്ചു. രണ്ടാമത്തെ ഭർത്താവും മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവർ വളരെ ദുഃഖിതയായി ഏകാന്തയായാണ് ജീവിച്ചിരുന്നത്. പിന്നീട് തൻ്റെ പിതാവും മരണപ്പെട്ടു. അതോടുകൂടി വളരെയധികം ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന ഇവർ ഇനി വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് കച്ചവടത്തിൽ അതീവ ശ്രദ്ധ പതിപ്പിച്ചു. പിതാവിൽ നിന്നും മുൻ ഭർത്താക്കന്മാരിൽ നിന്നും ലഭിച്ച അനന്തര സ്വത്തുക്കൾ ആയിരുന്നു അവരുടെ കച്ചവടത്തിൻ്റെ മുതൽമുടക്കായി ഉപയോഗിച്ചിരുന്നത്. ബുദ്ധിമതിയും സമ്പന്നയും കുലീനയും സുന്ദരിയുമായിരുന്ന അവരെ പല ആളുകളും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാലും അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ സമൂഹം വളരെ അരാജകത്വം നിറഞ്ഞതായിരുന്നു. സമൂഹത്തിലെ ബലവാന്മാർ ദുർബലരെ ചൂഷണം ചെയ്തിരുന്നു. ജനങ്ങൾക്കിടയിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതായിരുന്നു നിയമം. താൽക്കാലിക ആവശ്യത്തിനു വേണ്ടി സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവരെ പിന്നീട് മൊഴി ചൊല്ലുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള കിരാത നിയമങ്ങൾ അന്ന് നിലനിന്നിരുന്നു. അക്കാലത്താണ് ഖദീജ ബീവി തൻ്റെ കച്ചവടവുമായി ജീവിക്കാൻ തുനിഞ്ഞത്. തൻ്റെ കച്ചവടം വിപുലീകരിക്കാൻ വേണ്ടി വിശ്വസ്തരായ ആണുങ്ങളെ തേടുന്ന കാലമായിരുന്നു അത്. തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അൽ അമീൻ എന്ന് വിളിക്കുന്ന പുണ്യ റസൂലിനെ പരിചയപ്പെടുന്നതും അതേ സമയത്താണ്. അബൂ ത്വാലിബിൻ്റെ മകൾ ഖദീജ ബീവിയെ കുറിച്ചറിയാവുന്നതുകൊണ്ട് പുണ്യ റസൂലിനെ അവരുടെ കൂടെ ശ്യാമിലേക്ക് പറഞ്ഞയക്കാൻ അബൂ ത്വാലിബ് സമ്മതം മൂളുകയും ചെയ്തു.